ഈ പ്രവർത്തനങ്ങൾ നിർമ്മാണങ്ങൾ ഉടനെ തന്നെ പൂർത്തിയാക്കാൻ 26-ൽ ഉദ്ഘാടനം ചെയ്യും. പിന്നെ IIT കോഴിക്കോട്ട് കൊണ്ടുവരും. ഇതൊക്കെ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ഓരോ പ്രക്രിയകളാണ്. ഇതൊന്നുമല്ല അവരുടെ ആശയപരമായി ഇവർ രണ്ടുപേരും പോയത്. പിണറായിയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. പിണറായി കഴിഞ്ഞ ഈ കുറേ കാലത്തെ ഭരണം വെച്ച് നോക്കിയാൽ ജനവിരുദ്ധ ഗവൺമെന്റും കൊള്ളക്കാരും സ്വർണ്ണം കൊള്ളക്കടിക്കുകയും അമ്പലം വിഴുങ്ങികളുമായി മാറിയിരിക്കുന്നു. ഇന്ന് രാവിലെ നമ്മൾക്ക് മനോരമ വായിച്ചപ്പോൾ കണ്ടപ്പോൾ എന്താ ചിത്രം? 2023 ഫെബ്രുവരി മാസം 13-ാം തീയതി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൻ ഒരു EDയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു നോട്ടീസ് ലഭിക്കുകയുണ്ടായി. നമ്മൾ ആരും പറഞ്ഞില്ല, 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 2 വർഷത്തിനുള്ളിൽ ഇത് ഒളിച്ചു വെക്കാനും ആ നോട്ടീസിന് പ്രകാരമുള്ള തുടർ നടപടി നടത്തുവാനും കഴിയാത്ത വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെയും EDയെയും ഈ ഗവൺമെന്റ് പിണറായി വിജയനും കുടുംബവും അതിനെ സ്വാധീനിച്ച് നടത്തിയിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മൾ പത്രത്തിലൂടെ കണ്ടത്. അതിൻ്റെ തുടർച്ചയാണ് കേന്ദ്രത്തിൽ പോയി മോഡിയെയും അമിത്ഷായെയും കണ്ട് സ്വന്തം തടി രക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. 3ാമത് ഭരണം ആഗ്രഹിക്കുന്നതും ജയിലിൽ പോകാതിരിക്കാനാണ്. നമ്മളൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഈ രാജ്യം നന്നാക്കാനല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുമല്ല. എവർക്കും കുടുംബത്തിനും ജയിലിൽ പോകാതെ കഴിയണമെങ്കിൽ തുടർ ഭരണം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അറിയാവുന്ന പിണറായി വിജയൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് മുഴുവൻ, ഈ ചെയ്യുന്ന പ്രവർത്തികൾ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആരും ഇവരെ വെച്ച് ഉറപ്പിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനം ആകെപ്പാടെ മാറിയിരിക്കുന്നു, ഈ ഗവൺമെന്റിനെതിരായി നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊക്കെ കാണും, നമ്മളെല്ലാം ദൈവവിശ്വാസികളാണ്, അമ്പലങ്ങളിൽ പോകുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, ആരാധന ഇഷ്ടപ്പെടുന്നതാണ്, ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മളൊക്കെ അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് സാധിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഇപ്പൊ കണ്ടൊരു പ്രതിഭാസം എന്താ? ദൈവം അങ്ങോട്ട് തൊഴുകയാണ്, ദൈവം പിണറായിയെ തൊഴുകയാണ്. പിണറായി, പ്രിയപ്പെട്ട പിണറായി, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം, ഞങ്ങളെ മോട്ടിക്കല്ലേ, ഞങ്ങളുടെ സ്വത്ത് മോട്ടിച്ചാലും ഈ ദൈവത്തെ മോട്ടിക്കല്ലേ എന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ ജനവിശ്വാസികളെയും എല്ലാവരെയും ജനവിശ്വാസികൾ, അമ്പലവിശ്വാസികൾ, ഈശ്വരവിശ്വാസികൾ അടക്കമുള്ള ആളുകളെ അവരെയൊക്കെ ഇതാണ് ചിന്തിക്കുന്നത്. അതാണ് നമുക്ക് പറയാനുള്ള, ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ള ഒരു കാര്യം അതാണ്. ഈ ഗവൺമെന്റ് പോകണം.